വന്ന് എഴുതി എനിക്ക് എഴുതാ അറിഞ്ഞൂടാ. ഇനി പടം മാത്രല്ല നീ പേരോട് എഴുതി അടി അടിക്കോടി. ഞാൻ വായിക്കൂലേ ചക്കി. പിടിക്കാണെങ്കിൽ ഞാൻ അടി വാങ്ങിച്ചോളാം. നിനക്ക് അറിഞ്ഞൂടെങ്കിൽ നീ എഴുതണ്ടേ. ഞാൻ എഴുതിക്കോളാം. എനിക്ക് അറിയാവുന്ന ഇവളിത് എന്തിനൊക്കെ എഴുതിയേക്കണ? യൂ ഇത് തെറ്റാണടി. അയ്യോ ക്ലാസ്സിനകത്ത് പെൺകൊച്ചങ്ങളാണോ അടി വേണോ നീ? ആരടാ നിന്റെ ഡാഷപ്പ? അയ്യോ അറിഞ്ഞൂടെ? അയ്യോ സാറേ എവിടെയാണ് സാറേ വരച്ച്? ഞാനാണ് മാറ്റാൻ പോയത്. നീ മിണ്ടാതിന്റെ പഠിക്കുന്ന കൊച്ചാ. അങ്ങനെ വെച്ചിട്ടാണ് എനിക്ക് കാണിച്ചാൽ മേടിച്ചു തരാത്തത്. ரொம்ப ராசியான கடை. சாருக்கு பெரிய வீடு, பெரிய காரு, ரொம்ப பணம், இதெல்லாமே கிடைக்கும். தள்ளி விடு, நீ எப்ப வரும்? ஆனா அதுக்கு ஒரு சின்ன பிரச்சனை இருக்கு. உங்க நண்பன் പറയുന്ന ഒരു ചൊറിനായ കോഴിത്തലയിലെ കൂടോത്രം ചെയ്തു വെച്ചിരിക്കും. ആരാണ് ചൊറിനായ? അവ എപ്പോഴുമേ മൂക്കിലും കയ്യിട്ട് കൂടെ തന്നെ ഇருக்கு. ഞാനോ? നീയാണല്ലോ എന്റെ പണം ബ്ലോക്ക് ചെയ്ത്. അയ്യോ എന്റെ പണം ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട് മൂക്കിലെ മാത്രം വീട്ടിനടുത്തുള്ള കർഷകനാകുമ്പോ മോഹന മാമന്റെ അടുത്ത് ചോദിക്കും. മാമന്റെ മോൻ ഗൾഫിൽ നിന്ന് വരാറായോ? രണ്ടാമത്തെ തോന്നുന്നു എന്റെ കമ്മല്. ഇപ്രാവശ്യമെങ്കിലും എന്റെ കമ്മല് പണയം എടുത്ത് തരുമോ? മൂന്നാമത്തത് ഇന്നലെ മാമൻ സിനിമ കാണാൻ വന്നപ്പോൾ മാമന്റെ കശം കീറിയിരുന്നു. അത് എന്തുകൊണ്ടാണ് തയ്ക്കാത്തത്? മാമന്റെ മോൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എന്റെ അമ്മാമ്മയ്ക്ക് ഒരു കോടാലി തൈലം കൊണ്ടുവരുമോ? അഞ്ചാമത്തത് മിനിഞ്ഞാന്ന് മരം മുറിക്കാൻ നമ്മളെ വീട്ടിൽ നിന്ന് വെട്ടോത്തി വാങ്ങിയില്ലേ? ആ വെട്ടോത്തി നമുക്ക് കൊണ്ടു തരുമോ? 5 ക്വസ്റ്റ്യൻ ആയത് എനിക്ക് 5 മാർക്ക് കിട്ടും. സാറേ 10ാമത്തെ ചോദ്യവും സംശയമുണ്ട്, അതുകൂടെ പറഞ്ഞു തരുമോ? ചക്കി ആ ചോദ്യ പേപ്പർ ഇതാ. നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന് ഒരു കത്തയക്കുക. എടാ മണിക്കുട്ട, ഞാൻ നിനക്കാണേ കത്ത് എഴുതണത്. അപ്പൊ ഞാൻ നിനക്ക് എഴുതാം. കത്ത് എഴുതുമ്പോ മുകളിൽ വലതുവശത്ത് സ്ഥലം, തീയതി, ഇടതുവശത്ത് പ്രിയപ്പെട്ട കൂട്ടുകാരൻ മണിക്കുട്ടൻ അറിയുന്നതിന് കോമ. നിനക്കവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖമാണ്. കുറെ ദിവസം കൊണ്ട് ഞാൻ പറയണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത്. മിനിഞ്ഞാന്ന് നീ എന്റെ വീട്ടിൽ വന്നപ്പോൾ അവിടന്ന് 2 ഗപ്പിയെ പിടിച്ചോണ്ട് പോയത് ഞാൻ അറിഞ്ഞു. മര്യാദയ്ക്ക് അതിനെ തിരിച്ചു തന്നില്ലെങ്കിൽ നിന്റെ വീട്ടിൽ കിടക്കുന്ന എല്ലാ മീനിനെയും ഞാൻ പിടിച്ചോണ്ട് പോവും. പിന്നെ എന്റെ അടുത്ത് വന്ന് ചോദിക്കരുത്, നിന്നെ എന്റെ വീട്ടിൽ കയറ്റേ ഇല്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്റെ മീനിനെ എനിക്ക് തന്നോണം എന്ന് സ്വന്തം ഡുണ്ടു പേര് ഒട്ടു. കത്ത് കിട്ടുമ്പോ നീ എന്റെ മീനിനെ തിരിച്ചു തന്നില്ലെങ്കിലാണ് കാണിച്ചു തരാണ്. അടുത്ത ചോദ്യം. എല്ലാരും വേഗം എഴുതിക്കോ, ഇനി 5 മിനിറ്റേ ഉള്ളൂ. ആയിട്ട് ഓമാഞ്ചറി, ജിറാഫ്, വിക്കി ബസ്. എടീ 3 എനിക്ക് എണ്ണ. ബട്ടർഫ്ലൈയും തുമ്പി ആപ്പിളും എനിക്ക് വേണമേ. ആടാ ഈ പുറത്തൊക്കെ ഞാൻ എടുക്കണേ. ഈ മുന്തിരി എനിക്ക് വേണം. അയ്യോ എന്റെ സ്കൂട്ടർ ഇളവി പോയടി. എന്റെ ഡൊണാൾഡ് ജിറാഫ് നല്ല തല ഒത്തിപ്പൂലം പോയി. അയ്യോ നിന്റെ സ്കൂട്ടർ ഇളവി പോയത് നല്ലോണം തുപ്പലേക്കാത്തോണ്ടാണ്. അയ്യോ നീ വരൂലടാ. അത് എന്റെ അടുത്തേര് ഞാൻ നല്ലൊരു തുപ്പലേ. ഞാനും ചക്കി ഇത്ര തേച്ചാ മതിയടി. നല്ലോണം തേച്ചോളണേ, അത്ര മതിയാവും. വന്നോ വന്നാടി. ബെണ്ടനൊക്കെ വന്നതാ. ഇനി ഞാൻ ബെണ്ടനായിട്ട് കാണാം. എല്ലാരും ബുക്കുകളൊക്കെ എടുത്തോ, ഹോംവർക്ക് ഒക്കെ ചെയ്താ? ചക്കീരെ ഡുണ്ടുവിന്റെ മുഖത്ത് എന്തേലും കാക്ക ഒരുമിച്ച് തൂറിയാ? കാക്ക തൂറിയതല്ല സാറേ,
നമ്മള് പബ്ലിക്കത്തിലെ സ്റ്റിക്കർ ഒട്ടിച്ചാണ്. ഓ ഉള്ള വിഷവും വാങ്ങി തിന്നാലും പോരാന്നിട്ട് ബാക്കി മുഖത്തൂടെ ഒട്ടിച്ച് വെച്ചേക്കണ. ഇത് എന്തൊക്കെ മാരക രോഗങ്ങളാണ് വരുത്തുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഇത് ആരാണ് ക്ലാസ്സിൽ കൊണ്ടുവന്നത്? എണീരി. സാറേ, ചക്കിയാണ് ഈ മാരക വിഷ ക്ലാസ്സിൽ കൊണ്ടുവന്നത്. ചക്കി കൊണ്ടുവരാനും നീ വാരി ചാക്കാനാ? ഈട്ടടാ കഴിഞ്ഞാട്ട് ഇനിക്കൊണ്ട് ഇനി തരുന്നത് സാറേ. ഓ, ഇല്ല, ഇല്ല, ഇല്ല. അയ്യോ, അയ്യോ. ഇല്ല സാറേ, ഇനി കൊണ്ടുവരില്ല. നീ തന്നെ കഴിഞ്ഞാൽ നീ എന്നെ കൊണ്ടുവരുന്നത്. ഇനി കൊണ്ടുവരല്ലോ സാർ, അടിക്കില്ല സാർ. കൊണ്ടുവരും. ഇല്ല സാർ. ഇനിയാണ് എനിക്ക് കൊടുക്കാൻ പോകുന്നത്. ഇടല്ലേ എന്ന്. ആ, എടാ അപ്പൊ നമുക്ക് ഈ ഹോംവർക്ക് ഒന്നും ചെയ്യണ്ടല്ലോ, നാളെ തൊട്ട് നമ്മള് പഠിക്കാൻ പോകില്ലല്ലോ. ഇല്ല, ഞാൻ ചെയ്യൂല. ഞാൻ പോവൂല. അതെ, എന്റെ അച്ഛൻ കേക്കും. നീ പറഞ്ഞ എന്റെ അമ്മയും കേട്ടു. എന്താണ് മണിക്കൂട്ട കറിയണത്? ദാസപ്പസാറിന്റെ അടുത്ത് അമ്മ എന്നെ പഠിക്കാൻ കൊണ്ടാക്കിയടാ. ഞാൻ പഠിക്കാത്തതിന് ദാസപ്പസാറിന്റെ ചന്തി അടിച്ച് പൊട്ടിച്ച്. നമ്മളെ സരസമ്മ ടീച്ചറിന്റെ അടുത്താണോ പഠിക്കാൻ ഓ, കൊണ്ടുപോയത്? നമ്മളെ ടീച്ചർ കൊറേ അടിക്കാൻ ചെയ്ത് കൊറേ ഹോംവർക്ക് കിട്ടിയെന്ന്. തന്നെടാ. ദൈവമേ, ദാസപ്പസാറ് സരസമ്മ ടീച്ചർ മരിക്കുമ്പോ നരകത്തി തന്നെ പോണേ. നീ കരയണ്ടടാ മണിക്കൂട്ട. നിന്റെ അച്ഛന്റെ അടുത്ത് ഞാൻ പറയാം നീ ഇനി ദാസപ്പസാറിന്റെ അവിടെ പഠിക്കാൻ പോണില്ലെന്ന്. നമ്മളിനി തൊട്ട് പോവില്ലല്ലേ ചക്കി? തന്നയുടെ മണിക്കൂട്ട എന്റെ അച്ഛന്റെ അടുത്ത് ഇവൻ പറയാൻ പറഞ്ഞു നമ്മളിനി പഠിക്കാൻ പോണില്ലെന്ന്. ഇത് പറയണേ അച്ഛാ, അച്ഛനെ തൊണ്ട് വിളിക്കണേ. ആ, രണ്ടുപേരും പഠിച്ചിട്ട് വന്നാ? അതെ മാമ, സരസമ്മ ടീച്ചറെ ഭയങ്കര അടിയാണ്. അതുകൊണ്ട് ഞാൻ ഈ ചക്കി ഇനി തൊട്ട് ട്യൂഷന് പോണില്ല. മാമ വിടല്ലേ? ആ, അപ്പൊ നിങ്ങളങ്ങ് തീരുമാനിച്ച. അപ്പൊ നീയാണല്ലേടാ പഠിക്കാൻ സമ്മതിക്കാത്ത? അല്ല, പഠിക്കാൻ പോവാം മാമ, പഠിക്കാൻ പോവാം. ചക്കി ഹോംവർക്ക് ചെയ്യണേടി, ഞാൻ നാളെ പഠിക്കാൻ വരും. അയ്യോ, അച്ഛനെ homework ചെയ്യാൻ കൊണ്ടുപോയി. ഇവർക്ക് രണ്ടുപേർക്കൊന്നും അപ്പോ ഇവർക്ക് രണ്ടുപേർക്കൊന്നും ദോശയാണ് കേട്ടോ. രണ്ട് വീട്ടില് രണ്ട് കാപ്പിയാണ്. വെളിയിൽ അകത്ത് വെട്ടയില്ലാത്തതാണ് എല്ലാ വെളിയിലും എടുക്കുന്നത്. പിന്നെ എനിക്കൊന്നും കോളേജില്ല, നാളെ തൊട്ടേ നോക്കണമെന്നോ. ഇതാണ് ചക്കി എന്ന് സ്കൂളിൽ പോണ ഫൈനൽ ലുക്ക്. അപ്പൊ ഇതാണ് ചക്കിയുടെ സ്കൂൾ ബാഗ്. ഇതിനകത്തെ ബാഗ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പൊ ഇനി എല്ലാരും വരി വരിയായിട്ട് സ്കൂളിൽ പോണേന്ന് കാണാൻ പോണത്. ദാസപ്പ സാറാണ് ആദ്യം പോണത്. അത് കഴിഞ്ഞ് ഡുണ്ടു, അത് കഴിഞ്ഞ് ചക്കി നിങ്ങൾ നേരത്തെ കണ്ടല്ലോ. പിന്നെ ഇതിലെങ്ങും പെടാത്ത അപ്പു. എല്ലാവർക്കും ടാറ്റ. അയ്യോ, പോയടാ. അപ്പൊ ഇനി മൂത്രപ്പരയിൽ നോക്കിയേടി. മാറാ, മാറാ. അവ ഇവിടെ ഇല്ലല്ലോടാ. നീ എവിടെ നില്ല്. നമ്മളെ മൂത്രപ്പരയിൽ അകത്ത് പോയി നോക്കിട്ടേടി ചക്കി. അവ ഇവിടെ എങ്ങും ഇല്ലല്ലോ. ഇനി അവൻ മൂത്രം ഒഴിച്ചിട്ട് വെള്ളം കുടിക്കാൻ പോയി കാണൂ. എങ്കിൽ പിന്നെ വാ, നമുക്ക് പൈപ്പിന്റെ കൂട്ടി പോയി നോക്കാം. പാടി മാറൂ, പൈപ്പിന്റെ കൂട്ടി പോവാം. പൈപ്പിന്റെ കൂട്ടി ഇല്ലല്ലോ. കരയിലേടി ചക്കി. ഇനി എവിടെയെങ്കിലും നിക്കണം എന്തോ കളിക്കായി. നീ കരയിലേടി. കരച്ചില് മതിയാക്കിയാണ്. ലവ് വരച്ച ആളെ ഞാൻ കണ്ടുപിടിച്ചു. എവിടെ? ദൂന്റെ അങ്ങോട്ട് നോക്കിയാണ്. അല്ല, ടീച്ചറിന്റെ അപ്പുറത്ത് നോക്കിയാണ്. ദാസപ്പസാറാ? ദാസപ്പസാറാ? കരച്ചില് മതിയാക്ക. ഞാൻ ഇനി പറഞ്ഞുതരാം. വെള്ളിയാഴ്ച നമ്മളെല്ലാരും ഡ്രില്ലിന് പോയത് ഓർമ്മയുണ്ട? അപ്പൊ ദാസപ്പ സാർ നമ്മളെ ക്ലാസ്സിൽ വന്നില്ലായിരുന്ന? എന്നിട്ട് നമ്മള് ഡ്രില്ല് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സരസമ്മ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോയാൽ നിങ്ങൾ കണ്ടില്ലായിരുന്ന? അപ്പൊ ദാസപ്പ സാർ ചക്കിയുടെ സ്ഥലത്തല്ലേ ഇരുന്നത്. തന്നെ തന്നെ അവിടെ ഇരുന്നോണ്ട് സാർ എന്തിനാ ചെയ്യില്ലായിരുന്ന? എഴുതിയിരുന്നു അപ്പൊ സാർ എന്നെ ലവ് വരച്ചത്. എല്ലാവരും പറഞ്ഞു കൊടുക്കാം. മണിക്കുട്ട, നീ പോയി 5ാം ക്ലാസ്സിൽ പറയണം കേട്ടോ. നീ പോയി 7ാം ക്ലാസ്സിൽ പറ. 7 ബിയിൽ പറയണം കേട്ടോ. എല്ലാരും പറയണം. നീ പോ 1ാം ക്ലാസ്സിൽ പറഞ്ഞു. ഞാൻ ബാക്കിയുള്ള എല്ലാ ക്ലാസ്സിലും ഓടി നടന്ന് പറയാം. 3ാം ക്ലാസ്സിൽ ഞാൻ പറയാമേ. പിള്ളേരെ, നിങ്ങൾ ഇവിടെ കൊന്തിച്ചൊക്കെ കളിച്ചോണ്ടിരിക്കണ. നിങ്ങൾ വല്ലതും അറിഞ്ഞ ദാസപ്പ സാറേ സരസമ്മ ടീച്ചറിന്റെ ഒരു ലവ് വരച്ചു വെച്ചേക്കണ അവിടെ. നിങ്ങൾ എല്ലായിടത്തും പോയി പറയണേ. ഞാനും പോയി എല്ലായിടത്തും പോയി പറയിട്ട്. നിങ്ങളൊരു കാര്യം ദാസപ്പ സാറേ സരസമ്മ ടീച്ചറിനെ ലവ് വരച്ചേക്കണേ. നിങ്ങൾ പോയി എല്ലായിടത്തും പറയണേ. അറിഞ്ഞ ദാസപ്പ സാറെ സരസമ്മ ടീച്ചറിന്റെ ലവ് വരച്ചു വെച്ചേക്കണ്. ഇനി വാടാ, ദാസപ്പ സാറേ സരസമ്മ ടീച്ചറിന്റെ ലവ് വരച്ചു വെച്ചേക്കണെന്ന്. താണ്ടെ എടി, ദാസപ്പ സാറ് സരസമ്മ ടീച്ചറിന്റെ ലവ് വരച്ചു വെച്ചേക്കണെന്ന്. ഓ, ഒരു മണ്ണ മെമ്പർ പറയാനും അത് കേട്ടോ നീ പശുവിനെ കൊണ്ട് ചെല്ലാനും. ഓ, നിനക്കത് പറയാം. 50,000 രൂപ ഇട്ടുള്ള കാര്യോളൂ. ബാങ്കിൽ നിന്നും വന്ന് പശുവിന്റെ അടുത്ത് ലോൺ അടയ്ക്കാൻ പറയില്ല. അഥവാ പറഞ്ഞാൽ അമ്മണിക്കൊന്നും മനസ്സിലാവൂല. ഓ, ചുമ്മ ഒന്നും പൈസ കിട്ടൂല. നിന്റെ പശുവിന്റെ പേരില് ആധാർ ഉണ്ടാ, അക്കൗണ്ട് ഉണ്ടാ, തിരിച്ചറി കാർഡ് ഉണ്ടാ. ഒന്നുമില്ലെങ്കിൽ ആ റേഷൻ കാർഡില്ലെങ്കിലും നിന്റെ പശുവിന്റെ പേരുണ്ടാടി. ആഹാ, ആധാറും ID കാർഡും കൂടി എടുത്ത് അടുത്ത അവളെ ഓട്ടിടാനോട് കൊണ്ടുപോവാ. ആ കിഴങ്ങ മെമ്പറിനെ നീ കാണിച്ചു. ആഹാ, അങ്ങനെ ഇപ്പൊ നീ 50,000 രൂപ വെച്ച് സൂചിക്കണ്ടടി. ഈശ്വര, എവളെ ഒന്ന് മെമ്പറിന് 2 കൊടുക്കണേ. ഓ, നീ മിമിക്രിക്ക് പേര് കൊടുക്കും. അപ്പൊ ഞാൻ പ്രച്ഛന്ന വേഷത്തിന് പേര് കൊടുക്കും. എന്റെ ഒരു പുതിയ സാധനം ഉണ്ട്. ഞാൻ ഇപ്പൊ കാണിച്ചു തരാമേ. എന്റെ ചേട്ടൻ പ്രൈസ് മേടിച്ചാണ് ഇതിന്. കുഷ്ഠരോഗിയാണേ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്.
പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക്. ആ മതി മതി, ഇനി ബാക്കി സ്റ്റേജ് കാണിക്കുന്നു. നീ മിമിക്രിക്കും പേരെടുത്ത്, നീ ഇപ്പൊ കാണിച്ച സാധനത്തിനും പേരെടുത്ത്, ഞാൻ സംഘഗാനത്തിന് പേരെടുക്കാമേ. അതിന് സംഘഗാനത്തിന് നിന്റോടെ ആരൊക്കെ പാടാറുണ്ട്? നമുക്കൊന്നും വയ്യ പാട്ട് പാടാൻ. സംഘഗാനം നിങ്ങൾ ആരും എന്നോട് പാടണ്ട. നിങ്ങൾ ആരും എന്നെ ചേർക്കേ ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് പാടി പ്രൈസ് വാങ്ങിച്ചോളാം. അയ്യോ എടി, സംഘഗാനം എന്ന് പറയുമ്പോ ഒറ്റയ്ക്ക് പാടണല്ല, അത് സംഘമായിട്ടിരുന്ന് പാടണതാണ്. നിനക്ക് ഒറ്റയ്ക്ക് പാടണമെങ്കിൽ നീ പദ്യപാരായണത്തിൽ പേരോട്. പദ്യപാരായണം പഠിക്കാവുന്നില്ല, അതെനിക്കറിഞ്ഞൂടാ. എങ്കിലേ ഞാൻ ലളിതഗാനത്തിന് പേര് കൊടുക്കട്ടെ. അതാകുമ്പോ ദൂരദർശനിൽ എപ്പോഴും കേൾക്കണേന്, എനിക്ക് കാണാൻ പാടായിട്ട് അറിയാത്. എന്നാ നീ പാടിയാണ് നോക്കട്ടെ, പ്രൈസ് കിട്ടോ ഇല്ലെന്ന് അറിയാലോ. ഞാൻ പാടുന്ന പാട്ട് നിങ്ങൾ ആരോടെയും പറയല്ലേ. കർണികാര തീരങ്ങൾ കഥകളിയുടെ പദമാടി, കർപ്പൂര കുളിർ കാറ്റ് കളിവഞ്ചിപ്പാട്ടായി, ശരത്കാല മേഘങ്ങൾ കളഹംസപ്പിടയായി, ശശിമുഖി നിനക്കെന്റെ സന്ദേശം വരവായി. കൊള്ളാമോ? ചക്കി, നിനക്കൊല്ല പാട്ട് പഠിക്കാനാ പൊക്കൂടിയടി, നല്ല പാട്ട്, നല്ലോണം പാടി നീ. ഓ, അപ്പൊ ഇത്തവണ നമ്മളെ ക്ലാസ്സിലെ എല്ലാ ട്രോഫിയും കിട്ടും. സാറ് വരുമ്പോ നമുക്ക് എല്ലാത്തിനും പേരെടുക്കാമേ. പാറുവിന്റെ അടുത്തോടെ